വെൽക്കം ടു ആൻ വേൾഡ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചട്ടമ്പി സ്വാമികളായിരുന്നു. തൈക്കാട് അയ്യനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ട് പഠിക്കാം. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1853 മുതൽ 1924 വരെയാണ്. ചട്ടമ്പി സ്വാമികളുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1853 മുതൽ 1924 വരെയാണ്. അദ്ദേഹം ജനിച്ചത് 1853 ഓഗസ്റ്റ് 25 അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹം മരിച്ചത് 1924 മെയ് 5 അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1853 മുതൽ 1924 വരെയാണ്. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിം അയ്യപ്പൻ പിള്ള എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അയ്യപ്പൻ പിള്ള ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ചൈൽഡ്ഹുഡ് നെയിം എന്ന് പറയുന്നത് എന്തായിരുന്നു? കുഞ്ഞൻ പിള്ള. അപ്പോൾ അദ്ദേഹം അയ്യപ്പൻ പിള്ള എന്നും കുഞ്ഞൻ പിള്ള എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് വാസുദേവൻ നമ്പൂതിരി എന്നായിരുന്നു. അതേപോലെ മാതാവിൻ്റെ പേര് നങ്ങമ്മ പിള്ളയും. അപ്പോൾ മാതാപിതാക്കൾ ആരൊക്കെയായിരുന്നു? വാസുദേവൻ നമ്പൂതിരിയും നങ്ങമ്മ പിള്ളയും. അദ്ദേഹം ജനിച്ച ദിവസം ഓഗസ്റ്റ് 25 ഇമ്പോർട്ടൻ്റ് ആണ്. 1853 ഓഗസ്റ്റ് 25 അദ്ദേഹം ജനിച്ചത്. എവിടെയായിരുന്നു അദ്ദേഹം ജനിച്ചത്? കൊല്ലൂർ കണ്ണമ്മൂല ഉള്ളൂർക്കോട്ട് വീട്ടിലായിരുന്നു. എവിടെയായിരുന്നു? കണ്ണമ്മൂല ഉള്ളൂർക്കോട്ട് വീട്ടിൽ. കൊല്ലൂരായിരുന്നു. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് വിദ്യാധിരാജൻ, അതേപോലെ ഷൺമുഖദാസൻ, അതേപോലെ പരമഭട്ടാരക. ഇതൊക്കെ അദ്ദേഹം അറിയപ്പെട്ടിരുന്ന പേരാണ്. വിദ്യാധിരാജൻ എന്ന് പറയുന്ന പേര് എട്ടരയോഗമായിരുന്നു അദ്ദേഹത്തിന് നൽകിയത്. ഷൺമുഖദാസൻ എന്ന് അദ്ദേഹത്തെ വിളിച്ചത് ആരായിരുന്നു? തൈക്കാട് അയ്യയായിരുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിന് ചട്ടമ്പി സ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ചത് ആരായിരുന്നു? തൈക്കാട് അയ്യയായിരുന്നു. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് ഇദ്ദേഹത്തെ പറ്റി ആരാണ് പറഞ്ഞത്? സ്വാമി വിവേകാനന്ദനായിരുന്നു. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞതായിരുന്നു. ആരായിരുന്നു പറഞ്ഞത്? സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമിയെ പറ്റി പറഞ്ഞതാണ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ബോധേശ്വരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രം അദ്വൈതമായിരുന്നു. അത് അധികം ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ കൃതികൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചട്ടമ്പി സ്വാമികൾക്ക് ഒരുപാട് കൃതികളുണ്ട്. ഒരുപാട് കൃതികൾ പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കൃതികൾ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് കൃതികൾ ഇതല്ലാതെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ കൃതികൾ എന്ന് പറയുമ്പോൾ പ്രാചീന മലയാളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാചീന മലയാളം അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു കൃതിയാണ് പ്രാചീന മലയാളം. പ്രാചീന മലയാളം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികൾ. വേദാധികാര നിരൂപണം അതും ഇമ്പോർട്ടൻ്റ് ആണ്. വേദാധികാര നിരൂപണം പ്രാചീന മലയാളം. അതേപോലെ ക്രിസ്തുമത നിരൂപണം. അതുപോലെ മോക്ഷപ്രദീപഖണ്ഡനം ആരുടേതായിരുന്നു? ചട്ടമ്പി സ്വാമിയുടേതായിരുന്നു. ക്രിസ്തുമത നിരൂപണം, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം. അതുപോലെ നിജാനന്ദ പ്രദീപം, അദ്വൈത ചിന്താ പദ്ധതി, തമിഴകം, ആദിഭാഷ, വേദാന്തസാരം, പുനർജന്മ നിരൂപണം, സർവമത സമരസ്യം, അദ്വൈത പഞ്ചരം. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. തമിഴകം, ആദിഭാഷ, വേദാന്തസാരം, നിജാനന്ദ പ്രദീപം, അദ്വൈത ചിന്താ പദ്ധതിയും മോക്ഷപ്രദീപഖണ്ഡനം, അതേപോലെ പുനർജന്മ നിരൂപണം, സർവമത സമരസ്യം, അതേപോലെ അദ്വൈത പഞ്ചരം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം മരിച്ച ദിവസം 1924 മെയ് 5 കൊല്ലം പന്മനയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. ആ ഭാഗത്ത് അദ്ദേഹം മരിച്ച അവിടെ അദ്ദേഹത്തിൻ്റെ
ശിഷ്യന്മാർ ഒരു ക്ഷേത്രം പണിതിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ബാലഭട്ടാരക ക്ഷേത്രം. അദ്ദേഹത്തിൻ്റെ സമാധി ആ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഓർമ്മ എന്നുള്ള നിലക്ക് നിർമ്മിച്ച ക്ഷേത്രമായിരുന്നു ബാലഭട്ടാരക ക്ഷേത്രം. അതേപോലെ ഒരു പ്രധാന ദിനം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ദിനങ്ങൾ. അദ്ദേഹം ജനിച്ചതെന്നായിരുന്നു 1853 അല്ലേ? 1853 ഓഗസ്റ്റ് 25 അല്ലേ? ആ ദിവസത്തെ അറിയപ്പെടുന്നത് ജീവകാരുണ്യ ദിനമാണ്. ചാരിറ്റി ഡേ അല്ലേ? ജീവകാരുണ്യ ദിനമായിട്ട് അറിയപ്പെടുന്നത് ഓഗസ്റ്റ് 25 അതേപോലെ അദ്ദേഹം മരിച്ചത് മെയ് 5 1924 മെയ് 5 അദ്ദേഹത്തിൻ്റെ സമാധി അല്ലേ? അത് ചട്ടമ്പി സ്വാമി ദിനം അറിയപ്പെടുന്നു. അപ്പോൾ ചട്ടമ്പി സ്വാമി ദിനം എന്നാണ്? മെയ് 5. മെയ് 5. അതേപോലെ ജീവകാരുണ്യ ദിനം എന്നറിയപ്പെടുന്നത് ഓഗസ്റ്റ് 25. അതേപോലെ ഇദ്ദേഹത്തിനോടുള്ള ആദരവായിട്ട് ഇന്ത്യൻ തപാൽ വകുപ്പ് ഇദ്ദേഹത്തിനോടുള്ളൊരു ആദരവായിട്ട് സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു. അത് ഏത് വർഷമായിരുന്നു? 2014 2014 സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഏത് ദിവസമായിരുന്നു? ഏപ്രിൽ 30 ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഏപ്രിൽ 30 സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട് 2014. ഓക്കെ. ഇനി അദ്ദേഹത്തിൻ്റെ ഗുരുക്കൾ അല്ലേ? ഗുരു ആരായിരുന്നു? ഒന്ന് പേട്ടയിൽ രാമൻ പിള്ള ആശാൻ, അതേപോലെ അയ്യാവു സ്വാമികൾ, സുബ്ബജടാപാടികൾ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരായിരുന്നു. അതേപോലെ ഇദ്ദേഹം സസ്യാഹാരത്തെയായിരുന്നു പ്രോത്സാഹിപ്പിച്ചിരുന്നത്. അഹിംസ, സസ്യാഹാരം ഇവയെ രണ്ടിനെയും ഇദ്ദേഹം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതേപോലെ ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം എന്നായിരുന്നു? 1882. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1882 ചട്ടമ്പി സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയ വർഷം 1892. സോ ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് 1882 സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയത് 1892 ആയിരുന്നു. നമുക്കപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പോലെ ഇത് ഒന്നും കൂടി റിവിഷൻ ചെയ്യാം. ഇത് ഓർത്തിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് റിനൈസൻസ് ലീഡേഴ്സിനെ പഠിക്കാനുണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് ചട്ടമ്പി സ്വാമി. ഇനി ഒരുപാട് പേരുകളെ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മളിത് പഠിച്ചു കഴിയുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആവും അല്ലേ? അപ്പോൾ കുറച്ച് സമയമെടുത്ത് തന്നെ ഇത് നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ എന്ന നിലക്ക് നമുക്കൊന്നും കൂടി പറഞ്ഞു പോവാം. ചട്ടമ്പി സ്വാമികളുടെ അച്ഛൻ്റെ പേരെന്തായിരുന്നു? വാസുദേവൻ നമ്പൂതിരി. അമ്മയുടെ പേര് നങ്ങമ്മ പിള്ള. അതേപോലെ ചട്ടമ്പി സ്വാമിയുടെ ഭവനം എവിടെയായിരുന്നു? ഉള്ളൂർക്കോട് വീടായിരുന്നു. ചട്ടമ്പി സ്വാമിയുടെ ആദ്യകാല ഗുരു എന്ന് പറയുന്നത് പേട്ടയിൽ രാമൻ പിള്ള ആശാൻ. അതേപോലെ രാമൻ പിള്ള ആശാൻ്റെ കൂടി പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിനെ ക്ലാസ് ലീഡർ എന്ന ഒരർത്ഥത്തിൽ അദ്ദേഹത്തെ ചട്ടമ്പി എന്ന് വിളിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ചട്ടമ്പി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1882. സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയ വർഷം 1892. ചട്ടമ്പി സ്വാമികളുടെ ഗുരു ആരായിരുന്നു? തൈക്കാടയ്യ. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതേപോലെ വേറെ ഒരു ഗുരുവായിരുന്നു സുബ്ബജടാപാടികൾ എന്ന് പറയുന്നത്. സുബ്ബജടാപാടികൾ സംസ്കൃതം വേദോപനിഷത്തുകൾ അതേപോലെ യോഗവിദ്യ ഈ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം സുബ്ബജടാപാടികൾ അതായിരുന്നു ഗുരു. പിന്നെ അദ്ദേഹം തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിച്ചത് സ്വാമിനാഥ ദേശികളായിരുന്നു. തമിഴ് വേദാന്ത ശാസ്ത്രമൊക്കെ അഭ്യസിപ്പിച്ചത് സ്വാമിനാഥ ദേശികരായിരുന്നു. അതേപോലെ ചട്ടമ്പി സ്വാമിക്ക് വിദ്യാധിരാജ എന്നുള്ള പേരുണ്ട് അല്ലേ? എട്ടരയോഗത്തിൽ വിദ്യാധിരാജ എന്ന പേര് നൽകിയല്ലേ? അപ്പോൾ വിദ്യാധിരാജൻ എന്ന പേര് നൽകിയത് എട്ടരയോഗം.
പിന്നെ ഒരു ചെറിയ പോയിൻ്റാണ് ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം എന്ന് പറയുന്നത്. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം എന്ന് പറയുന്നത് വടിവീശ്വരാണ്. വടിവീശ്വരം. ഓക്കെ, വടിവീശ്വരം. അതേപോലെ ചട്ടമ്പി സ്വാമിയുടെ ബാല്യകാല നാമം എന്തായിരുന്നു? കുഞ്ഞൻ പിള്ള. അതേപോലെ ഷൺമുഖദാസൻ എന്ന് അദ്ദേഹത്തെ വിളിച്ചത് ആരായിരുന്നു? തൈക്കാട് അയ്യായിരുന്നു അല്ലേ. സർവ്വവിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരായിരുന്നു? സർവ്വവിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റു പേരുകളാണ് ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ എന്നീ പേരുകളിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു കേട്ടോ. അതേപോലെ അദ്ദേഹത്തെ കാവിയും കമമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നും കഷായം ധരിക്കാത്ത സന്യാസി എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ടാണ്. ആരാണ് പറഞ്ഞത്? സ്വാമി വിവേകാനന്ദൻ. അതേപോലെ ക്രിസ്തുമത നിരൂപണം അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. അതാരാ രചിച്ചത് എന്ന് ചോദിക്കാം. അത് ചട്ടമ്പി സ്വാമിയാണ്. അതേപോലെ ചട്ടമ്പി സ്വാമിയെ ആദരിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു ഒരു കൃതി രചിച്ചിരുന്നു. അതാണ് നവമഞ്ജരി. ഓക്കെ, ശ്രീനാരായണ ഗുരുവാണ് ആ കൃതി ഉണ്ടാക്കിയത്. ഓക്കെ, നവമഞ്ജരി. അത് ചട്ടമ്പി സ്വാമിയെ കുറിച്ചിട്ട് അദ്ദേഹത്തിനോടുള്ള ആദരവിൻ്റെ സൂചകമായിട്ട് നിർമ്മിച്ചൊരു കൃതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികൾ ഒന്നും കൂടി പറയാം. അദ്വൈത ചിന്താ പദ്ധതി, അതേപോലെ കേരളത്തിലെ ദേശനാമങ്ങളെന്ന് പറയുന്ന കൃതിയുണ്ട്, ആദിഭാഷയുണ്ട്, അദ്വൈത വരണ്ട്, മോക്ഷ പ്രദീപ ഖണ്ഡനുണ്ട്, ജീവകാരുണ്യ നിരൂപണം, പുനർജന്മ നിരൂപണം, അതേപോലെ നിജാനന്ദ വിലാസം, പിന്നെ വേദാധികാര നിരൂപണം, വേദാന്തസാരം, പ്രാചീന മലയാളമാണ് ഇമ്പോർട്ടൻ്റ്. പ്രാചീന മലയാളം ഉണ്ടായിരുന്നു, അദ്വൈത പഞ്ചരം, അതേപോലെ സർവമത സമരസ്യം. പിന്നെ ഇതിലെഴുതാത്ത കുറച്ച് കാര്യങ്ങളാണെങ്കിൽ പരമഭട്ടാര ദർശനം, ബ്രഹ്മത്വ നിർഭാസം, അങ്ങനെ ഒരുപാട് കൃതികളുണ്ട്. അപ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുള്ള ഒരുപാട് കൃതികൾ അദ്ദേഹത്തിൻ്റേത് ഉണ്ട്. ചട്ടമ്പി സ്വാമിയുടെ ഏറ്റവും വലിയ കൃതി എന്നറിയപ്പെടുന്നത് ഏതായിരുന്നു? പ്രാചീന മലയാളമായിരുന്നു. ചട്ടമ്പി സ്വാമിയുടെ സമാധിയായത് വർഷം 1924 മെയ് 5-നാണ്. അതേപോലെ അദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇവിടെ എഴുതിയിട്ടുണ്ട്, പന്മന അല്ലേ. പന്മനയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്മാരകം. അവിടെ ഒരു ക്ഷേത്രം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ബാലഭട്ടാരക ക്ഷേത്രം. അതുപോലെ ചട്ടമ്പി സ്വാമികളോടുള്ള ആദരസൂചകമായിട്ട് ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു അല്ലേ. അത് ഏത് വർഷമായിരുന്നു? 2014. ഏത് ദിനമായിരുന്നു? ഏപ്രിൽ 30. ആഗസ്റ്റ് 25 എന്ന് പറയുന്നത് ജീവകാരുണ്യ ദിനം. അദ്ദേഹം ജനിച്ച ജന്മസ്ഥലം എന്തായിരുന്നു? കണ്ണൻമൂല അല്ലേ. കണ്ണൻമൂല. കൊല്ലൂര് കണ്ണൻമൂല. അതേപോലെ ഈ വേദാധികാര നിരൂപണം എന്ന് പറയുന്നത് അവർണർക്കും വേദം പഠിക്കാം എന്നൊരു അതിനെപ്പറ്റി എഴുതിയൊരു കൃതിയാണ് കേട്ടോ. അവർണർക്കും വേദം പഠിക്കാം എന്ന രീതിയിൽ എഴുതിയ കൃതിയായിരുന്നു വേദാധികാര നിരൂപണം. അപ്പോൾ ഇത്രയും കാര്യമാണ് ചട്ടമ്പി സ്വാമികളുടെ പറയാനുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു.